നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. കേരളക്കരയാകെ ആവേശത്തോടെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി. നാടും നഗരവും ഇന്നു മുതൽ പൂക്കളമിട്ട് മാവേലി മന്നനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്ലബ്ബുകളും വിവിധ സംഘടനകളും പൂക്കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അന്യ സംസ്ഥാനത്തു നിന്നുള്ള പൂക്കളും വിപണിയിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ റെഡിമെയ്ഡ് പൂക്കളങ്ങളുടെ സാന്നിധ്യം പരമ്പരാഗത പൂക്കച്ചവടത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഒരിക്കൽ വാങ്ങിയാൽ വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന റെഡിമെയ്ഡ് പൂക്കളങ്ങൾ വിപണി കീഴടക്കാൻ സാധ്യതയേറെയാണ്. ഓണച്ചന്തകളിലും ചെറുകിട കടകളിലും തുണിപ്പൂക്കൾ, ഓണാശംസാ സ്റ്റിക്കറുകൾ, മാവേലി സ്റ്റിക്കർ തുടങ്ങിയ അലങ്കാരങ്ങളും സുലഭമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓണക്കോടി, ഓണക്കുല എന്നിവ സ്വന്തമാക്കാനുള്ള തിരക്കിലേക്ക് മാറും. കുടുംബശ്രീ, സഹകരണ ചന്തകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ എന്നിവരും ഓണസമ്മാനങ്ങളുമായി വൻകിട കച്ചവടക്കാരും വിപണിയിൽ സജീവമായുണ്ട്. വെള്ളിയാഴ്ച സ്കൂൾ കോളേജുകൾക്ക് ഓണാവധി എത്തുന്നതിനോടൊപ്പം വിപണിയിൽ തിരക്ക് കൂടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. യുവാക്കൾ, വിവിധ സംഘടനകൾ എന്നിവർ പായസ ചലഞ്ചുകൾ സംഘടിപ്പിച്ച് ആഘോഷത്തിന് നിറം കൂട്ടുന്നു. എന്നാൽ ചൊവ്വാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ പ്രവചനവും കച്ചവടക്കാർക്ക് നേരിയ ആശങ്ക ഉളവാക്കുന്നുണ്ട്. മറ്റു വാർത്തയിലേക്ക്. വേലൂർ തണ്ടിലത്ത് നിന്ന് 2.5 കിലോ കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി. തണ്ടിലം മനക്കലാത്ത് 32 വയസ്സുള്ള ജിഷ്ണുവാണ് പിടിയിലായത്. തൃശൂർ പോലീസ് കമ്മീഷണറുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും എരുമപ്പെട്ടി പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. തണ്ടിലം പള്ളിക്ക് സമീപം ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. ആംബുലൻസ് ഡ്രൈവറായ ജിഷ്ണു ഒരാഴ്ചയായി ലീവിലായിരുന്നു. ഇയാൾക്ക് കഞ്ചാവ് വിൽപ്പനയുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇയാളുടെ വീട്ടിൽ മിന്നൽ പരിശോധന നടത്തിയത്. വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. PV ബദറുദ്ദീൻ, CA ഗോപപ്രതാപൻ, R രവികുമാർ, KV സത്താർ, അഡ്വക്കേറ്റ് അജിത്ത്, KD വീരമണി, KV ഷാനവാസ്, KP ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരം ചുറ്റി ഗുരുവായൂർ കിഴക്കേ നടയിൽ മാർച്ച് സമാപിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ സ്ഥിരം ഡോക്ടറില്ലെന്നും ഫോൺ സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ആരോപിച്ച് BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. ആയുർവേദ മരുന്ന് ലോബികളെ സഹായിക്കുന്നതിനു വേണ്ടി മുൻപുണ്ടായിരുന്ന ഡോക്ടറെ മാറ്റുകയാണുണ്ടായതെന്ന് BJP ആരോപിച്ചു. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, രാമചന്ദ്രൻ മങ്ങാട് എന്നിവർ സംസാരിച്ചു. അവിടെ 2 ആഴ്ച ലീവിന് കൊണ്ടൊരു ഡോക്ടർ പോയിട്ടുണ്ട്. അതൊരാൾ വെച്ചിട്ടുണ്ട്. ആള് ഇപ്പോൾ വരുന്നില്ല. അവിടെ മുന്നേ അവിടെ പോയിട്ടുള്ളതോ. അപ്പോൾ അതിന് വെച്ചിട്ട് കാലഘട്ടത്തിൽ ചെയ്യണം. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഡോക്ടർ സംവിധാനം രോഗികളൊക്കെ റിട്ടേൺ ചെയ്തിരിക്കുക. പിന്നെ വേറെ കാര്യം, ആ ഹോസ്പിറ്റലിൽ ഒരു ഫോൺ സൗകര്യം. ഏറ്റവും കൂടുതൽ പൈസ ഉപയോഗിച്ചുകൊണ്ട് പൊതു ഹോസ്പിറ്റലുകളിലേക്ക് നിർബന്ധിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ. ആ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ സേവനം ലഭിക്കണമെന്നും അതുപോലെ ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കൃത്യമായിട്ട് വിവരം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോൺ സൗകര്യം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ പ്രതിഷേധം ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വോട്ട് കൊള്ളയിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി കുന്നംകുളം, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഫ്രീഡം ലൈറ്റ് മാർച്ച് നടത്തി. കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ PI തോമസ്, മിഷ സെബാസ്റ്റ്യൻ, ഫ്രെഡി, നിഷാദ്, ഷറഫുദ്ദീൻ, രമേശ്, ബാലചന്ദ്രൻ, അലി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഉയരെ 2025 പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു. നഗരസഭ NV സോമൻ സ്മാരക ഹാളിൽ ഗുരുവായൂർ MLA NK അക്ബർ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലിം, അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, ബുഷറ ലത്തീഫ്, പ്രസന്ന രണദിവെ, മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ്, വൈസ് ചെയർപേഴ്സൺ സാജിദ സലാം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള 30-ലധികം തൊഴിൽ ദാതാക്കളും 300-ൽ പരം തൊഴിൽ അന്വേഷകരും മേളയിൽ പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ നന്ദിയും പറഞ്ഞു.
കുന്നംകുളം നഗരസഭ ആർത്താറ്റ് കൃഷിഭവനിലെ മികച്ച കർഷകൻ ശ്രീജിത്ത് നാറേരിയുടെ പുഷ്പ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നഗരസഭ 24-ാം വാർഡ് ആനയ്ക്കൽ കക്കയം പ്രദേശത്തെ 1 ഏക്കർ വരുന്ന കൃഷിയിടത്തിലാണ് വിവിധ ഇനം പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്തിരുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആർത്താറ്റ് കൃഷി ഓഫീസർ സ്വേഗ മുഖ്യാതിഥിയായി. കൗൺസിലർ വി.കെ. സുനിൽകുമാർ, അർബൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജിതിൻ കെ. വിജയൻ, കാണിയാമ്പാൽ പാടശേഖര കമ്മിറ്റി അംഗം സോമൻ മാസ്റ്റർ, സുഗു കുറ്റിക്കാട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് അംബേദ്കർ നഗർ ഉന്നതി റോഡിൽ പാതയ്ക്ക് ഇരുവശങ്ങളിലുമായി നിന്നിരുന്ന പാഴ്ചെടികൾ വെട്ടിമാറ്റി. വെൽഫെയർ പാർട്ടി പ്രവർത്തകരുടെ സേവന മാതൃക. ആൽത്തറ തിപ്പലശ്ശേരി ഭാഗത്തു നിന്നും വന്നിരുന്ന യാത്രക്കാർക്ക് പെരുമ്പിലാവ് ജംഗ്ഷനിലേക്ക് എളുപ്പം എത്തിച്ചേരുന്നതിനുള്ള മാർഗം കൂടിയാണിത്. റോഡിൽ ഇരുവശവും പാഴ്ചെടികൾ വളർന്നതോടെ കാൽനട യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി യാത്ര ചെയ്തിരുന്നത്. മേഖലയിൽ ഇഴജന്തുക്കളുടെ ശല്യവും ഉണ്ടായിരുന്നു. പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റ് എം.എൻ. സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ടീം വെൽഫെയർ ക്യാപ്റ്റൻ ഷബീർ അഹ്സൻ, ഹുസൈൻ ആൽത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. കൊരട്ടിക്കര ശ്രീ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ഓണത്തിന് വരവേൽക്കാനായി ക്ഷേത്ര മൈതാനിയിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കടവല്ലൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ക്ഷേത്രം പ്രസിഡന്റുമായ പ്രഭാത് മുല്ലപ്പള്ളി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം സെക്രട്ടറി ഘോഷ് കുമാർ, മാതൃസമിതി സെക്രട്ടറി ശ്രീജിനി പ്രസിഡന്റ് ജീന സുഭാഷ്, രക്ഷാധികാരികളായ വേണുഗോപാൽ, വിശ്വംഭരൻ നമ്പിടിയാട്ടിൽ, സുബ്രൻ ഉണ്ണികൃഷ്ണൻ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുഷ്പകൃഷിയോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും വിളവെടുപ്പ് നടത്തി. പച്ചക്കറികളും പൂക്കളും ക്ഷേത്രത്തിൽ തന്നെ വിൽപ്പന നടത്തും. ചരമം. വേലൂർ തെക്കേക്കര പരേതനായ പുത്തൂർ തറയിൽ ജോസ് ഭാര്യ ലില്ലി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 3-ന് വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തും. ഫ്രാൻസിസ്, ബൈജു, ഷീബ എന്നിവർ മക്കളാണ്. കുനമുച്ചി തരകൻ മേലൂട്ട് അന്തോണി മാസ്റ്റർ ഭാര്യ ആനി നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30-ക്ക് കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ജോയി, അൽഫോൺസ, സെലീന, ടോമി, മറിയാമ്മ, വത്സ എന്നിവർ മക്കളാണ്. കടവല്ലൂർ വട്ടമാവ് തോമ്പ്രപ്പടി കുട്ടൻ നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടത്തി. രജനി ഭാര്യയും രാകേഷ്, രജിഷ, രഗിഷ എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.